ഓം ഹരേ കൃഷ്ണായ നമഃ. ശ്രീമദ് ഭഗവത്ഗീതയിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. ഇന്ന് സാഖ്യയോഗത്തിലെ 22ാമത്തെ ശ്ലോകമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹണാതി നരോ അപരാണി തദാ ശരീരാണി വിഹായ ജീർണ അനന്യാനി സംയാതി നവാനി ദേഹി. ജീർണിച്ച് ഉപയോഗശൂന്യമായ ഒരു വസ്ത്രം ഉപേക്ഷിച്ച് മനുഷ്യൻ പുതിയ വസ്ത്രങ്ങൾ അണിയുന്നത് പോലെയാണ് ഭഗവാൻ ജീർണിച്ച് അവശ്യമായ ശരീരങ്ങൾ ഉപേക്ഷിച്ച് പുതിയ ശരീരങ്ങൾ സ്വീകരിക്കുന്നത്. ഈ തത്വം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ ഭഗവാൻ പറയുന്നു, സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ ശരീരം സ്വീകരിക്കുകയും എൻ്റെ ഇച്ഛയനുസരിച്ച് ശരീരം ഉപേക്ഷിക്കുകയും ചെയ്യുന്നുവെന്ന്. ഭഗവാൻ ഇവിടെ പറയുന്ന ജീർണിച്ച അവസ്ഥ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭഗവാൻ ഓരോ ശരീരവും സ്വീകരിക്കുമ്പോഴും ആ ശരീരം കൊണ്ട് ചെയ്യേണ്ടുന്ന കർമ്മങ്ങളും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. ആ കർമ്മങ്ങൾ പൂർത്തിയാകുമ്പോൾ ശരീരം ഉപേക്ഷിച്ച് പുതിയവ സ്വീകരിക്കുവാൻ തയ്യാറാകുന്നു. നമുക്ക് എപ്പോഴെങ്കിലും ജീർണിച്ച ശരീരം എന്നതുകൊണ്ട് ഒരു തെറ്റായ ചിന്ത ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാറ്റുകയാണ് വേണ്ടത്. ചിലപ്പോൾ നാം ചിന്തിച്ചിരുന്നിരിക്കാം, ജീർണിച്ച ശരീരം എന്നതുകൊണ്ട് ഭഗവാൻ ഉദ്ദേശിക്കുന്നത് ഒരു രോഗാവസ്ഥ വന്ന് ജീർണിച്ചതാണെന്നോ അതല്ലെങ്കിൽ വാർദ്ധക്യാവസ്ഥയിലെത്തിയതാണോ എന്നായിരിക്കാം. എന്നാൽ അങ്ങനെയല്ല. ഭഗവാന് തൻ്റെ കർമ്മങ്ങൾ പൂർത്തിയാക്കുമ്പോൾ, സ്വീകരിച്ച ശരീരം കൊണ്ടുള്ള കർമ്മങ്ങൾ പൂർത്തിയാകുമ്പോൾ എപ്പോൾ വേണമെങ്കിലും ശരീരം ഉപേക്ഷിക്കാം. ഈ തത്വം നമ്മുടെ മനസ്സിനെ ദൃഢമായി പറഞ്ഞ് വിശ്വസിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ആശ്വാസം എന്ന് പറയുന്നത് നമുക്ക് മരണഭയത്തിൽ നിന്ന് മനസ്സിനെ ഒരു പരിധി വരെ ആശ്വസിപ്പിക്കുവാൻ കഴിയും. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മരണം അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ കുറിച്ച് ഓർത്തുള്ള മരണഭയം, ഇവയിൽ നിന്നൊക്കെ മനസ്സിനെ ആശ്വസിപ്പിക്കുവാൻ കഴിയും. ഇനി മനസ്സിൻ്റെ ജീർണാവസ്ഥ എന്നതൊന്നുണ്ട്. നമ്മുടെ മനസ്സിൽ നിറഞ്ഞു കിടക്കുന്ന നഷ്ടബോധങ്ങളും പരാജയങ്ങളും ഒക്കെ ചേർന്ന് ഇടയ്ക്കിടയ്ക്ക് മനസ്സിലേക്ക് കയറി വരുന്ന ചിന്തകൾ, ഇവയും ജീർണിച്ചവയാണ്. അതുപോലെ മനസ്സിൽ ഉള്ള അസൂയ, ദേഷ്യം, പക, വിദ്വേഷം, ഇവയെല്ലാം ഈ ജീർണിച്ച ചിന്തകളിൽ പെടുന്നവയാണ്. ഇവയുമൊക്കെ മാറ്റി നമ്മുടെ മനസ്സിൽ പുതിയ ചിന്തകൾ നിറയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ എങ്ങനെ നമ്മുടെ മനസ്സിനെ എപ്പോഴും ശുദ്ധീകരിച്ച് പുതിയ ചിന്തകൾ നിറച്ചു വെക്കാമെന്ന് ചോദിച്ചാൽ, ഭഗവാന്റെ നാമജപവും ഭഗവത് കഥയുടെ പാരായണങ്ങളും സത്സംഗങ്ങളും ഒക്കെ നമ്മെ ഇതിന് സഹായിക്കും. ഭഗവാൻ തന്ന ഈ സൗഭാഗ്യമായ ജീവിതം കഴിയുന്നത്ര സമയവും സന്തോഷമായി സ്നേഹമായി വയ്ക്കുവാൻ നമ്മൾ ഓരോരുത്തരും കടപ്പെട്ടവരാണ്. തീർച്ചയായും നമുക്കതിന് കഴിയണം. നമുക്കെല്ലാവർക്കും അതിന് സാധിക്കട്ടെ. നമുക്കതിനായി ഭഗവാനോട് പ്രാർത്ഥിക്കാം. ഓം ഹരേ കൃഷ്ണായ നമഃ. എല്ലാവർക്കും നന്ദി, സ്നേഹം.